ശബരിമല ക്ഷേത്രം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറും മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അത് തീവ്രമായ വനത്തിനുള്ളിലെ ഒരു ചെറിയ മരപ്പുരയായിരുന്നു. ഭഗവാൻ അയ്യപ്പന്റെ ദിവ്യസാന്നിധ്യം മാത്രം അവിടെ വിളങ്ങി നിന്നു. 1900ങ്ങളുടെ തുടക്കത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1902നോ 1904നോ അടുപ്പിച്ചാണ് ആദ്യത്തെ വലിയ അഗ്നിബാധയുണ്ടായത്. മകരവിളക്ക് സമയത്ത് കത്തിച്ച കർപ്പൂരം മൂലമാണ് തീ പടർന്നതെന്ന് കരുതപ്പെടുന്നു. ആ തീയിൽ മരം കൊണ്ടുള്ള ക്ഷേത്രപുര ഏതാണ്ട് പൂർണ്ണമായി നശിച്ചു. എന്നാൽ അന്നത്തെ പ്രധാന പൂജാരി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഭഗവാൻ അയ്യപ്പന്റെ വിഗ്രഹം സംരക്ഷിച്ചു. തീ അണഞ്ഞപ്പോൾ പുഴയിൽ മുങ്ങിയ നിലയിൽ ഭക്തർ അദ്ദേഹത്തെയും വിഗ്രഹത്തെയും കണ്ടെത്തി. ഈ സംഭവം അന്നത്തെ തിരുവിതാംകൂർ രാജാവിനെ വല്ലാതെ വേദനിപ്പിച്ചു. രാജാവിന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ സഹായത്തോടെ ക്ഷേത്രം പുനർനിർമ്മിച്ചു. കൂടുതൽ ബലമുള്ള കല്ലുകളും മരങ്ങളും ഉപയോഗിച്ച് ക്ഷേത്രം പുതുക്കിപ്പണിതു. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹവും വേദനാജനകവുമായ ഒരു ദുരന്തം അയ്യപ്പനെ കാത്തിരിപ്പുണ്ടായിരുന്നു. 1950 ജൂൺ 14നാണ് ശബരിമലയെ ഞെട്ടിച്ച ഏറ്റവും വലിയ ദുരന്തം പുറത്തറിയുന്നത്. ക്ഷേത്രത്തിൽ മാസപൂജയ്ക്കായി ശാന്തിക്കാരൻ എത്തിയപ്പോൾ കണ്ടത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ശ്രീകോവിലും മണ്ഡപവുമാണ്. തീപിടിത്തം നടന്നത് മെയ് മാസം 20-ന് ക്ഷേത്രമടച്ചതിനു ശേഷമുള്ള ദിവസങ്ങളിലായിരിക്കാമെന്ന് കരുതപ്പെടുന്നു. ഇതൊരു സാധാരണ തീപിടിത്തമായിരുന്നില്ല. അത് മനഃപൂർവ്വം ചെയ്ത ഒരു വിധ്വംസക പ്രവർത്തനമായിരുന്നു. ശ്രീകോവിലിന്റെ വാതിലിൽ കോടാലി കൊണ്ടുള്ള 15 വെട്ടുകളുണ്ടായിരുന്നു. ഏറ്റവും വേദനാജനകമായ കാഴ്ച അവിടത്തെ പ്രധാന വിഗ്രഹമായിരുന്നു. അയ്യപ്പന്റെ ശിലാവിഗ്രഹം തകർക്കപ്പെടുകയും വിഗ്രഹത്തിന്റെ മുഖത്തും നെറ്റിയിലും കോടാലി കൊണ്ടുള്ള വെട്ടുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു. സംഭവസ്ഥലത്തുനിന്ന് മണ്ണെണ്ണ വിളക്കും തീ കത്തിക്കാൻ ഉപയോഗിച്ച തുണികളുടെയും നെയ്റ്റിൻഡുകളുടെയും അവശിഷ്ടങ്ങളും കണ്ടെത്തി. മോഷ്ടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വിശ്വാസത്തെ മുറിവേൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായി. തിരുവിതാംകൂർ കൊച്ചിൻ സർക്കാർ കെ കേശവമേനോന്റെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും തെളിവുകൾ നഷ്ടപ്പെട്ടതിനാലും മഴ പെയ്ത് അലയാളങ്ങൾ മാഞ്ഞുപോയതിനാലും കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അഗ്നിബാധയുടെയും വിഗ്രഹഭഞ്ജനത്തിന്റെയും ആഘാതം ഭക്തരെ തളർത്തിയില്ല. അവരുടെ വിശ്വാസം കൂടുതൽ ശക്തമായി. 1951-ൽ ശബരിമല ക്ഷേത്രം പുനർനിർമ്മിച്ചു. പഞ്ചലോഹം കൊണ്ടുള്ള പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഇന്നും ശബരിമലയിലെ ഈ ചരിത്രം ഭഗവാൻ അയ്യപ്പന്റെ ശക്തിയും എത്ര വലിയ പ്രതിസന്ധികളിലും തളരാത്ത ഭക്തജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസവും ഓർമ്മിപ്പിക്കുന്നു.